+2 കെമിസ്ട്രി ടോപ്പിക്കിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഒരു ഡെറിവേഷൻ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ളതിന്റെ ഡെറിവേഷൻ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന ടോപ്പിക് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോഴുള്ള കോൺസെൻട്രേഷനെയാണ് നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അറ്റ് ദാറ്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ദ ടൈം ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോഴുള്ള കോൺസെൻട്രേഷനെയാണ് നമ്മൾ ഒരു R gives P, R ആണ് റിയാക്ടന്റ് എടുക്കുന്നതെങ്കിൽ R0 എന്നാണ് നമ്മൾ R എഴുതിയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് R എഴുതിയിട്ട് താഴെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാണ് പറയുക. അത് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ടൈം ഫൈനൽ കോൺസെൻട്രേഷൻ ആയി മാറും റിയാക്ടന്റിന്റെ. അതിന് വെറും R എന്നുള്ള ലെറ്റർ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം കോൺസെൻട്രേഷൻ ഓഫ് R. അപ്പൊ R0 R ആയി മാറാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഫൈനൽ കോൺസെൻട്രേഷൻ ആയി മാറാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ ടി ഹാഫ് കാണാൻ പറ്റും. ടി ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയും. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതിന്റെ പകുതി ആവാൻ R0 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R0/2. ആദ്യം 100 ഗ്രാം ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ 50 ഗ്രാം ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡെറിവേഷനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ആണ് ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് ഓർഡറിന്റെ മാത്രമാണ്. സീറോ ഓർഡറിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിലബസിനകത്തില്ല. അപ്പോ നമ്മൾ ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. ആദ്യം സീറോ ഓർഡറിന്റെ ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ R gives P എന്ന സീറോ ഓർഡർ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ R gives P. അപ്പൊ അതിന്റെ റേറ്റിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. നമ്മൾ ആദ്യത്തെ ടോപ്പിക് മുതലേ പഠിക്കുന്നതാണ്. ബേസിക് ടോപ്പിക്കിൽ വരുന്നതാണ് കൈനറ്റിക്സിന്റെ ഡിഫറൻഷ്യൽ മെത്തേഡിൽ റേറ്റ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് മൈനസ് dR/dt. മൈനസ് സൈൻ എന്തിനാ ഇടുന്നൊക്കെ അറിയാലോ. അതായത് കോൺസെൻട്രേഷൻ ടൈം കൂടുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കുറഞ്ഞു വരുന്നു. അതായത് മൈനസ് dR/dt. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി അക്കോർഡിംഗ് ടു റേറ്റ് ലോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് മാത്രം ഡിപെൻഡ് ചെയ്യുന്നതാണ്. ഇത് സീറോ ഓർഡർ ആണ്. അപ്പൊ അതിന്റെ പവർ 0 ആയിരിക്കും. റേറ്റ് ഈക്വൽ ടു K ഇൻടു R⁻0. R⁻0 ഈക്വൽ ടു 1 ആണ്. അപ്പൊ റേറ്റ് ഈക്വൽ ടു K എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും സീറോ ഓർഡറിന്റെ കേസിൽ. അപ്പം ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടി. ഇനി 1ഉം 2ഉം റേറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ 1 ഈക്വൽ ടു 2 ആണ്. മൈനസ് dR/dt ഈക്വൽ ടു K എന്ന് എഴുതാം. ദെൻ dt നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. സോ മൈനസ് dR ഈക്വൽ ടു K ഇൻടു dt. ഇക്വേഷൻ നമ്പർ 3 നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഡെറിവേഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ബുക്കിലേക്ക് ഡെറിവേഷൻ എഴുതണം. ഒരുമിച്ച് തന്നെ എഴുതണം. എന്നാൽ മാത്രമേ ആ ക്ലാസിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഡി ടേം, ഡിഫറൻഷ്യൽ ടേം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ നമ്മൾ ഒരു കർവ് ലൈൻ ഇട്ടിട്ടാണ് ഇന്റഗ്രേഷൻ നമ്മൾ എഴുതുന്നത്. സോ ഇന്റഗ്രൽ എന്നാണ് വായിക്കുക. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 3 മൈനസ് സൈൻ പുറത്തെടുത്ത് ഇന്റഗ്രൽ dr ഈക്വൽ ടു K ഇൻറ്റു കോൺസ്റ്റന്റിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് പുറത്തെടുക്കുക. K ഇൻറ്റു ഇന്റഗ്രൽ dt. നമുക്ക് ഈ ടോപ്പിക്കിൽ സീറോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ റൂൾ ആണ് അറിയേണ്ടത്. ഇന്റഗ്രൽ dx ഈക്വൽ ടു x ആണ്. ഇന്റഗ്രൽ dx ഈക്വൽ ടു x എന്ന് പറയുന്ന ആ ടോപ്പിക് മാത്രമാണ്, ആ റൂൾ മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇന്റഗ്രൽ dr എന്തായിരിക്കും? അപ്പോ R ആയിരിക്കും കോൺസെൻട്രേഷൻ ഓഫ് R. അതുപോലെ തന്നെ ഈക്വൽ ടു K ഇൻറ്റു ഇന്റഗ്രൽ dt എന്തായിരിക്കും? T ആയിരിക്കും. അപ്പൊ ഇന്റഗ്രൽ dx x ആണെങ്കിൽ ഇന്റഗ്രൽ dt T ആയിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം. പ്ലസ് C, അതാണ് കോൺസ്റ്റന്റ്. C is a കോൺസ്റ്റന്റ്. അത് നമുക്ക് ഇക്വേഷൻ 4 എന്ന് വിളിക്കാം. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇക്വേഷൻ 4ലുള്ള C യുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ C യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അപ്രോക്സിമേഷൻ ചെയ്യാണ്. when t equal to 0. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു
t equal to 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈം ആണ്. അപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ R0 എന്ന് എഴുതാം. R equal to R0 ആയിരിക്കും. സോ ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -R0 equal to k into 0, ടൈം 0 ആണ്, പ്ലസ് c എന്ന് കിട്ടും. therefore c equal to -R0 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ c യുടെ വാല്യൂ നമുക്ക് കിട്ടി -R0. അത് ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, c യുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -R equal to kt. ഇനി c യുടെ പ്ലസ് c ആണ്, -R0 ആണ് c യുടെ വാല്യൂ. അപ്പോൾ ഇക്വേഷൻ 6 കിട്ടി. ഇനി റീഅറേഞ്ച് ചെയ്യുള്ളൂ. ഡെറിവേഷൻ ഓൾമോസ്റ്റ് ആയി. ഇനി എന്ത് ചെയ്യുക? -R0 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ R0 R equal to kt. ഞാൻ പറഞ്ഞു t യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. t equal to R0 R divided by k. അതിന് ഇക്വേഷൻ 7 എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ k യുടെ വാല്യൂ എഴുതാം. റേറ്റ് കോൺസ്റ്റന്റ് 0 ഓർഡറിന്റെ. അപ്പോൾ R0 R by t. ഇത് നമുക്ക് ഇക്വേഷൻ 8 എന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നിച്ച് തന്നെ എഴുതണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് കൂടി പോവാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇക്വേഷൻ 6 എടുക്ക്. ഇക്വേഷൻ 6നെ -1 കൊണ്ട് ഗുണിക്ക്. എന്നാൽ എളുപ്പത്തിൽ നമുക്ക് ഗ്രാഫ് വരക്കാം. -1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ -R എന്നുള്ളത് R ആവും, then kt എന്നുള്ളത് -kt ആവും, then +R0 ആവും. This equation is in the form of y equal to mx plus c. അപ്പോൾ y യുടെ സ്ഥാനത്ത് r ആണ്, x ന്റെ സ്ഥാനത്ത് t ആണ്. then അതിന്റെ സ്ലോപ്പ് വരുന്നത് m ആണ്. m സ്ലോപ്പ് ആണ് ഗ്രാഫിന്റെ. -k എന്നാണ് കിട്ടുക, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. then y ഇന്റർസെപ്റ്റ് ആണ്, c യുടെ വാല്യൂ R0. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. y യുടെ സ്ഥാനത്ത് y ആക്സിസിൽ r എടുക്കുന്നു, x ആക്സിസിൽ t എടുക്കുന്നു. then നെഗറ്റീവ് സ്ലോപ്പ് ആണ് നമുക്ക് കിട്ടുക, സ്ലോപ്പ് ഈക്വൽ ടു -k. ഈ y ഇന്റർസെപ്റ്റ് c യുടെ വാല്യൂ ആണ് R0 എന്ന് നമുക്ക് കിട്ടും. ഈ ഗ്രാഫ് കൂടി കൂട്ടത്തിൽ പഠിക്കണം. ഇനി ലാസ്റ്റ് ടോപ്പിക്, ഹാഫ് ലൈഫ് പീരീഡ് എന്താണ്? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ടി ഹാഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ടി ഹാഫ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഇനീഷ്യൽ എമൗണ്ട് ഇൻടു ഇറ്റ്സ് ഹാഫ്. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എമൗണ്ട് 100 ഗ്രാം ആണെങ്കിൽ അത് 50 ഗ്രാം ആവാൻ വേണ്ട ടൈമിനെയാണ്, x ഗ്രാം ആണെങ്കിൽ x/2 ആവാനുള്ള ടൈമിനെയാണ്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണെങ്കിൽ R0/2 ആവാനുള്ള ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് പോവാം. ഇഫ് t equal to t half ആണെങ്കിൽ t എന്ന് പറയുന്നത് t ഹാഫിലേക്ക് പോകുന്നു, പകുതി ആവാനുള്ള സമയമാണെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി ആയിരിക്കും. R equal to R0/2. അത് നമുക്ക് ഇക്വേഷൻ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ 7 becomes t half equal to R0 minus, ഇനി r ന് പകരം എന്ത് ചെയ്യാം? R0/2 by k. ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2R0 minus R/2k. LCM 2 ആയിട്ട് വരും. സോ t half equal to 2R0 minus R0/2k. 2R0 ൽ നിന്ന് R0 മൈനസ് ചെയ്താൽ R0 കിട്ടും by 2k. സോ t half equal to R0/2k. വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. അതിൽ നമുക്ക് ഒരു കാര്യം പറയാം. t half is directly proportional to R0. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ഓർഡർ നമ്മൾ പറയുമ്പോൾ ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് R0 എന്ന് വരും. സെക്കൻഡ് ഓർഡർ വരുമ്പോൾ ടി ഹാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R0 എന്ന് വരും. തേർഡ് ഓർഡർ വരുമ്പോൾ ടി ഹാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് R0 എന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള റിലേഷൻ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം. ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു R0 raised to 1 minus n എന്ന് എഴുതാം. n is the order. അപ്പം ഇപ്പം 0 ഓർഡർ ആണെങ്കിൽ R0 raised to 1 എന്ന് കിട്ടും. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 1 minus 1 0 ആയി, അപ്പൊ ഇൻഡിപെൻഡന്റ് ആയി. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 1 minus 2 minus 1 ആയി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയി. ആ ഒരു റിലേഷൻ കൂടി നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ഡെറിവേഷൻ മാത്രമേ 0 ഓർഡറിൽ വേണ്ടൂ. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഡെറിവേഷനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും പഠിക്കാനുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഒന്നിച്ച് തന്നെ എഴുതിക്കൊണ്ട് ഡെറിവേഷൻ പഠിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ പഠിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിന്റെ ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം. നേരത്തെ 0 ഓർഡർ ചെയ്ത അതേ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ചില ഇന്റഗ്രേഷന്റെ ചില റൂൾസിൽ ചെറിയ 1-2 വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. R gives P.
ആർ ഗിവ്സ് പി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതുന്നു. ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് മാത്രമാണ് എഴുതുന്നത്. മൈനസ് ഡി ആർ ബൈ ഡി ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ശ്രദ്ധിക്കുക, റേറ്റ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി നമ്മൾ റേറ്റ് ലോ വെച്ചിട്ടുള്ള റേറ്റിന്റെ എക്സ്പ്രഷൻ ആണ് എഴുതുന്നത്. അക്കോർഡിംഗ് ടു റേറ്റ് ലോ ആർ ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 1 എന്ന് നമുക്ക് എടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പം ആർ ഈക്വൽ ടു കെ ഇൻറ്റു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആർ ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 1. ഇനി നമ്മൾ ഇത് രണ്ടും ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം റേറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ ആണ്. സോ ഇക്വേഷൻ 1 ഈക്വൽ ടു 2 ചെയ്താൽ മൈനസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ. കെ ഇൻറ്റു ആർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലർ ടേംസ് ഒക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ഡി ടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡി ആർ ബൈ ആർ ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി. ഇക്വേഷൻ നമ്പർ 3 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഡിഫറൻഷ്യൽ ടേമിനെ ഡി ടേമിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 3. ഈ ഇക്വേഷൻ ഡി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ മൈനസ് ഇന്റഗ്രലിന്റെ സിമ്പിൾ ഇതാണ്. ഇന്റഗ്രൽ മൈനസ് ഇന്റഗ്രൽ ഡി ആർ ബൈ ആർ ഈക്വൽ ടു കെ ഇൻറ്റു കോൺസ്റ്റന്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. കെ ഇൻറ്റു ഇന്റഗ്രൽ ഡി ടി എന്ന് എഴുതി. സോ ഇന്റഗ്രൽ ഇനിയാണ് ലോഗരിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റൂൾ. ഇന്റഗ്രേഷന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റൂളാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു എക്സ്. അത് നേരത്തെ പറഞ്ഞതാണ്, സീറോ ഓർഡറിൽ വന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ്. നാച്ചുറൽ ലോഗ് ആണ്. ln ലോഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് ആണ്. ലോഗ് എക്സ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് എടുക്കുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി ആർ ബൈ ആർ ഈക്വൽ ടു ലോഗ് ആർ ആയിരിക്കും. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ലോഗ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഡി ആർ ബൈ ആർ എന്താണ്, ലോഗ് ആർ ആണ്. ഈക്വൽ ടു കെ ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഡി ടി ഈക്വൽ ടു ടി ആയിരിക്കും. പ്ലസ് സി. വെരി ഇമ്പോർട്ടന്റ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്ലസ് സി. ഇക്വേഷൻ നമ്പർ 4. അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, സിയുടെ വാല്യൂ കണ്ടുപിടിക്കലാണ്. ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അപ്രോക്സിമേഷൻ കൊടുക്കുന്നു. ഇഫ് ടി ഈക്വൽ ടു 0, ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയും അല്ലെ. അപ്പം അതിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ആർ ഈക്വൽ ടു ആർ 0 എന്ന് നമുക്ക് എഴുതാം. അറ്റ് ടൈം ടി ഈക്വൽ ടു 0, കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു ആർ 0 എന്ന് എഴുതാം. അത് രണ്ടും നമ്മൾ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ലോഗ് ആർ 0. ഇവിടെ നമ്മൾ ലോഗ് ആറിന് പകരം ആർ 0 കൊടുക്കുന്നു. ഈക്വൽ ടു കെ ഇൻറ്റു 0 പ്ലസ് സി. therefore c equal to minus log r0 എന്ന് കിട്ടി. That is equation number 5. ഇനി നമ്മൾ നേരത്തെ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 5 c യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ലോഗ് ആർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 4ൽ മൈനസ് ലോഗ് ആർ ഈക്വൽ ടു കെ ഇൻറ്റു ടി പ്ലസ് സി ആയിരുന്നു. സിയുടെ വാല്യൂ മൈനസ് ലോഗ് ആർ 0 ആണ്. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിച്ചു. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഡെറിവേഷൻ ചെയ്യാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ മൈനസ് ലോഗ് ആർ 0 ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ പ്ലസ് ലോഗ് ആർ 0 ആവും. ലോഗ് ആർ 0 മൈനസ് ലോഗ് ആർ ഈക്വൽ ടു കെ ടി. ലോഗ് ആർ 0 മൈനസ് ലോഗ് ആർ ഈക്വൽ ടു കെ ടി എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ഈ ലോഗരിതത്തിന്റെ റൂളാണ് പറയുന്നത്. ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് R0 മൈനസ് ലോഗ് ആർ എന്ന് വരും. ലോഗ് R0 ബൈ ആർ ഈക്വൽ ടു കെ ടി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ കൺവേർട്ടിംഗ് നാച്ചുറൽ ലോഗരിതം, ഈ ln ലോഗരിതത്തെ LOG ലോഗ് ആക്കാൻ വേണ്ടിയിട്ട് കൺവേർട്ടിംഗ് നാച്ചുറൽ ലോഗരിതം ഇൻടു കോമൺ ലോഗരിതം എന്നാണ് പറയാ. LOG ലോഗിനെ ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ വാല്യൂന. ശ്രദ്ധിക്കുക, കൺവേർട്ടിംഗ് ln ലോഗ് ഇൻടു LOG ലോഗ് ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് 2.303. അപ്പൊ നമ്മൾ ഗുണിക്കുന്നു 2.303 ലോഗ്. ഇനി LOG എന്നാണ് എഴുതേണ്ടത്. R0 ബൈ ആർ ഈക്വൽ ടു കെ ടി. ഇനി നമുക്ക് ടി യുടെ എക്സ്പ്രഷൻ എഴുതാം. 2 കെ ഇപ്പുറത്തേക്ക് എടുക്കുക,
2.303 by k log r0 by r. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. or k equal to 2.303 by t log r0 by r. ഈ രണ്ട് ഇക്വേഷനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് ഡെറിവേഷൻ എഴുതി പോകണം. എന്നാലേ അതിന്റെ ഗുണം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡെറിവേഷൻ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് ഡെറിവേഷൻ എഴുതുക. ഓരോ സ്റ്റെപ്പ് ഞാൻ പറയുമ്പോഴും ആ സ്റ്റെപ്പ് പേപ്പറിലേക്ക് എഴുതിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് വെച്ച് ഗ്രാഫ് വരക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഇക്വേഷൻ 6 എന്നാണ് എടുക്കുന്നത്. ഈ ഇക്വേഷൻ 6 വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോകുന്നത്. അതിനെ -1 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇക്വേഷൻ 6നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ പ്ലസ് ആവും. log r equal to -kt plus log r0 ആവും. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് y equal to mx plus c. ഇപ്പൊ y ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് log r വരും, x ന് കറസ്പോണ്ടിങ് ആയിട്ട് t ആണ് വരിക, m ന് കറസ്പോണ്ടിങ് ആയിട്ട് -k വരും, അതേപോലെ c ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് log r0 വരും. അപ്പൊ ഗ്രാഫ് ln r log r നമ്മൾ y ആക്സിസിൽ എടുക്കുന്നു, t x ആക്സിസിൽ, അതാണ് x ന്റെ വാല്യൂ. നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് ആ കിട്ടുക. സ്ലോപ്പ് ഈക്വൽ ടു -k. നമ്മൾ ln log ആണ് എടുത്തത്, അതുകൊണ്ടാണ് -k സ്ലോപ്പ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ ഗ്രാഫും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓർമ്മിക്കാം. y ഇന്റർസെപ്റ്റ് log r0 ആയിരിക്കും, c യുടെ വാല്യൂ log r0 ആയിരിക്കും ഈ y ഇന്റർസെപ്റ്റ്. ഈ ഗ്രാഫും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാം. ടി ഹാഫ്, ടി 0.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ ടി എന്ന് എഴുതിയിട്ട് 1/2, അതാണ് ടി ഹാഫ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ ദ ഇനീഷ്യൽ എമൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഹാഫ്. അതായത് ആദ്യം ഉണ്ടായ എമൗണ്ട്, ഇപ്പൊ ആദ്യം 100 ഗ്രാം ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് 50 ഗ്രാം ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതിനെയാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് എ ടൈം റിക്വയർഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഇനീഷ്യൽ എമൗണ്ട് ഇൻ ടു ഇറ്റ്സ് ഹാഫ്. ഇതിനെയാണ് നമ്മൾ ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടി ഈക്വൽ ടു ടി ഹാഫ് ആവുമ്പോൾ, ടി എന്ന് പറയുന്നത് ഫൈനൽ ടൈം ആണത്, ടി ഹാഫ് പകുതി ആവാൻ വേണ്ട സമയമാവുന്നു എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആയിരിക്കും ആദ്യം ഉണ്ടായതിന്റെ പകുതി, r0/2 ആയിരിക്കും. r എന്ന് പറയുന്നത് നമുക്ക് ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 7ൽ ടി ഹാഫ് ഈക്വൽ ടു, ടി ഹാഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. T half equal to 2.303 by k log r0 divided by r0/2. അപ്പൊ r0 കട്ടായി log 2 എന്ന് കിട്ടും. log 2 ന്റെ വാല്യൂ നമുക്കറിയാം 0.3010 ആണ്. log 2 ന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ T half equal to 0.693 by k. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. or k equal to 0.693 by t half എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ k തരില്ല ചിലപ്പോൾ ക്വസ്റ്റ്യനില്, ടി ഹാഫ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടി ഹാഫ് തന്നിട്ടുണ്ടെങ്കിൽ കെയുടെ പ്രോബ്ലം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ടി ഹാഫ് തന്നിട്ടുണ്ടെങ്കിൽ k equal to 0.693 by t half വെച്ചിട്ട് k കാൽക്കുലേറ്റ് ചെയ്യുക. ആ k ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് t കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള r0 r ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയില് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോ വളരെ എളുപ്പത്തിൽ ഈ ഡെറിവേഷനും ഗ്രാഫും ഹാഫ് ലൈഫ് പീരീഡിന്റെ ഇക്വേഷൻസും പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക, കാണുമ്പോൾ തന്നെ ഈ ഡെറിവേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഡെറിവേഷൻ ഇങ്ങനെ ക്വിക്കായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക.